നമസ്കാരം. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവൻ, ഇന്ത്യൻ കലകളുടെ അംബാസിഡർ പത്മവിഭൂഷൺ ഡോക്ടർ കപിലവാത്സ്യായന് കേരളത്തിൻ്റെ സർഗാഞ്ജലിയായി സമർപ്പിക്കുന്ന രണ്ടാമത് പത്മവിഭൂഷൺ ഡോക്ടർ കപിലവാത്സ്യായൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ 2024 സമാപന ദിനത്തിലേക്ക് സ്വാഗതം. ഈ മാസം 22-ന് പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ സർ തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ഈ നൃത്തോത്സവത്തിൻ്റെ അവസാനത്തെ ഇതൾ ഇന്ന് വിരിയുകയാണ്. മാർഗിയിലെ കലാകാരന്മാരുടെ സുഭദ്രാഹരണം കഥകളിയിൽ ആരംഭിച്ച് ഇക്കഴിഞ്ഞ 4 രാവുകളിലായി ഇന്ത്യയിലെ പ്രഗത്ഭരായ പത്മശ്രീയും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങളാലും ബഹുമാന്യരായ നർത്തകർ ഈ വേദിയിൽ തങ്ങളുടെ നൃത്ത സമർപ്പണത്താൽ നമുക്ക് സമാനതകളില്ലാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. Good evening, ladies and gentlemen. It's a great honor for me to welcome all of you to the grand finale of the second edition of the Padma Vibhushan Dr. Kapilavatsyayan Indian Classical Dance Festival 2024, which is a first ever tribute to Dr. Kapilaji during these magnificent 5-day long. And over the last 4 days, we have traveled through the mesmerizing landscapes of different classical dance forms performed by renowned dancers honored at the national level from different corners of the country. ബഹുമാനപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളാണ് ഇന്നത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിനു മുൻപായി ഭാരത് ഭവനിൽ വരും മാസങ്ങളിലേക്ക് ആസൂത്രണം ചെയ്യപ്പെട്ട സാംസ്കാരിക ദൗത്യങ്ങളിൽ ചുരുക്കം വാക്കുകളിൽ. മൂന്നാമത് പത്മവിഭൂഷൺ ഡോക്ടർ കപിലവാത്സ്യായൻ യങ് ടാലൻസ് നാഷണൽ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ മെയ് 25-ന് സംഘടിപ്പിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരുടെ മാർഗനിർദ്ദേശത്തിൽ സംഘടിപ്പിക്കുന്ന കേരളത്തിലെ അപൂർവങ്ങളായ തീരദേശ കലാരൂപങ്ങളുടെ ഉത്സവമായ കടൽമിഴിയിലൂടെ 9 തീരദേശങ്ങളിലായി ഓരോ കലാകാരനും കലാകാരിക്കും സാമ്പത്തിക പ്രതിഫലവും സർട്ടിഫിക്കറ്റും നൽകുന്നതിനൊപ്പം തീരദേശ കലകളെ ഡിജിറ്റൽ ആർക്കൈവ് ചെയ്യുന്ന പദ്ധതിയും ഇതിലൂടെ നിറവേറ്റപ്പെടും. സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായി ഭാരത് ഭവൻ ആസൂത്രണം ചെയ്ത ഐലൻഡ് ഫെസ്റ്റിവൽ ഡിസംബർ മാസത്തിൽ കേരളീയ കലകളുടെ സമഗ്രതയോടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നടത്തപ്പെടും. ഭാരത് ഭവൻ്റെ ശ്രദ്ധേയ ജനകീയ കാർഷിക സാംസ്കാരിക കാരുണ്യ ദൗത്യമായ തിയേട്രോൺ ഫാർമെ കാസർഗോഡിലെ കാർഷിക ഗ്രാമമായ കൊടക്കാട് 200 ഏക്കർ സ്ഥലത്ത് ഈ വർഷത്തിൽ ആവിഷ്കരിക്കും. ലഹരി, അന്ധവിശ്വാസം, അനാചാരം എന്നീ സാമൂഹ്യ വിപത്തുകൾക്ക് എതിരെ യുവതയെ ചിന്തിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരുടെ മാർഗനിർദ്ദേശത്തിൽ കേരളത്തിൽ തിരഞ്ഞെടുത്ത കലാലയങ്ങളിൽ ബോധി ട്രാവലിംഗ് തിയേറ്റർ വരും മാസങ്ങളിൽ അരങ്ങേറും. ലോകപ്രശസ്ത നാടകകാരനും കവിയുമായ വില്യം ഷേക്സ്പിയറിൻ്റെ കൃതികളെ അവലംബിച്ച് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്ന രംഗാവതരണങ്ങളെ മുൻനിർത്തി വില്യം ഷേക്സ്പിയർ അന്തർദേശീയ നാടകോത്സവം ഈ സാമ്പത്തിക വർഷം മാർച്ച് മാസത്തിലേക്ക് ഭാരത് ഭവൻ വിഭാവനം ചെയ്തിരിക്കുകയാണ്. മികച്ച പ്രേക്ഷക പങ്കാളിത്തവും മാധ്യമ സഹകരണത്തോടുകൂടിയും ഈ ഇന്ത്യൻ ക്ലാസിക്കൽ ദേശീയ നൃത്തോത്സവം മികച്ച ഒരു വിജയമായി കൊണ്ടുപോകാനും ഇന്ന് ഇവിടെ സമാപനത്തോട് എത്തി നിൽക്കുവാനും സാധിച്ചു. ഈ ചാരിതാർത്ഥ്യത്തോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കാം. വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളെ, അധ്യക്ഷൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, ശ്രീ വിശിഷ്ടാതിഥി ശ്രീ പന്തളം സുധാകരൻ, ശ്രീ മധുപാൽ, ശ്രീ സുമേഷ് സി, ശ്രീ മാധവദാസ്, ശ്രീ എസ് രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് റോബിൻ സേവ്യർ. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ഗുരുക്കന്മാർ ഗുരു ശ്രീമതി വി മൈഥിലി, ഡോക്ടർ നീന പ്രസാദ്, ഇവരെയും കൂടി ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
മാനവഗീതത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. മാനവഗീതം ആലപിക്കുന്നതിനായി ക്ഷണിക്കുന്നു കമലാലക്ഷ്മി ചേച്ചി. ചേച്ചിയോടൊപ്പം അജയ് വെള്ളരിപ്പണയെയും. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. സാംസ്കാരിക സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു മുൻ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ എസ് രാധാകൃഷ്ണനെ. ആരാധനായ അധ്യക്ഷൻ പ്രിയങ്കനായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, നമ്മുടെ എല്ലാമായ ഏറ്റവും ആരാധ്യനായ പ്രധാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ, വിശിഷ്ടാധ്യായ ശ്രീ പന്തളം സുധാകരൻ, ശ്രീ മധുപാൽ, ശ്രീ സുമേഷ് കുമാർ, ശ്രീ മാധവദാസ്, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റോബിൻ സേവിയർ, ശ്രീമതി മൈഥില ടീച്ചർ, ഡോക്ടർ ദീന പ്രസാദ്, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ വളരെ രസകരമായ നിമിഷങ്ങളിലേക്ക് മടങ്ങിപ്പോവാണ്. ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പ്, 3.5 പതിറ്റാണ്ടിന് മുമ്പാണ് ഞാൻ കപിലാജിയെ പരിചയപ്പെടുന്നത്. എൻ്റെ ഗുരുനാഥനോടൊപ്പം, കാവാലം നാരായണ പണിക്കരോടൊപ്പം, അദ്ദേഹത്തോടൊപ്പം ഡൽഹിയിൽ പോകുമ്പോൾ അന്ന് ഞങ്ങളുടെ തിരുവരങ്ങിൻ്റെ, ഇപ്പോൾ സോപാനം എന്നാണ് പേര്, തിരുവരങ്ങിൻ്റെ എല്ലാ പെർഫോമൻസുകൾക്കും വേണ്ട പശ്ചാത്തലം ഒരുക്കിയിരുന്നത്, വേണ്ട ഒരു മോറൽ സപ്പോർട്ട് നൽകിയിരുന്നത് കപിലാജിയാണ്. കപിലാജിക്ക് കേരളത്തോട് സവിശേഷമായ മത്സരം തന്നെ ഉണ്ടായിരുന്നു. കേരളം എന്ന് പറയുമ്പോൾ കപിലാജിയുടെ മനസ്സിൽ ഓടിയാട്ടമാണ് ആദ്യം മനസ്സിലേക്ക് വരിക. മണിമാധവ ചക്കര അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകളും, അത് കഴിഞ്ഞ് പിന്നെ ഇരിഞ്ഞാലക്കുടയെ വന്നിട്ട് അമ്മന്നൂരിൻ്റെ പെർഫോമൻസുകളൊക്കെ ഇവിടെ വന്ന് താമസിച്ച് കണ്ട ആളാണ് കപിലാജി. കേരളത്തിൻ്റെ നമ്മുടെ സ്വന്തം കലയായ കൂടിയാട്ടത്തിൻ്റെ ഭാരതീയ നാടകവേദിയുടെ ഇന്ന് നിലനിൽക്കുന്ന ഏതാണ്ട് ഒരേ ഒരു കല, ഒരു ഭാവം കൂടിയാട്ടമാണെന്ന് നമുക്ക് പറയാം, തറപ്പിച്ച് പറയാം. ആങ്കിനാട്ട് പോലെയുള്ള അസാമീസ് സംഭവങ്ങളൊക്കെ ഏതാണ്ട് ഇല്ലാതെയായി കഴിയുന്നൊരവസ്ഥയിൽ ഈ കൂടിയാട്ടം എന്ന കലാരൂപത്തെ, കൂത്തിനെ, മോഹിനിയാട്ടത്തെ, കഥകളിയൊക്കെ സപ്തസാഗരങ്ങൾക്കും അപ്പുറത്തേക്ക് എത്തിക്കാൻ കപിലാജി വഹിച്ച പങ്ക് നിസ്സാരമല്ല. അതിനിസ്തുലമായ പങ്കുവഹിച്ച ആളാണ് കപിലാജി. ആ കപിലാജിയുടെ പേരിൽ ഒരുപക്ഷെ ഭാരതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ഇതാണ്. എന്നല്ല, ഈ പത്മവിഭൂഷൺ കപിലാവാത്സ്യൻ എന്ന പേര് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ പേരിലാണ്. ഒരുപക്ഷേ ഭാരതത്തിലെ വലിയ ഫെസ്റ്റിവൽ കൊണാർക്ക് ഫെസ്റ്റിവൽ ആയിരിക്കാം എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. നാളത്തെ കൊണാർക്ക് ഫെസ്റ്റിവലാണ് ഇന്നത്തെ കപിലാവാത്സ്യൻ ഡാൻസ് ഫെസ്റ്റിവൽ ഭാരത് ഭവനിലെ. ഈ ഫെസ്റ്റിവലിൻ്റെ 2ാമത്തെ എഡിഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാൻ സന്തോഷമുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ചടങ്ങനുസരിച്ച്, ചിട്ടയനുസരിച്ച് അധ്യക്ഷനാണ് ആദ്യം സ്വാഗതം ചെയ്യേണ്ടത്. ഇന്നത്തെ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ്. ഈ നമ്മുടെ ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറിയാണ് അദ്ദേഹം. ഭാരത് ഭവൻ്റെ എല്ലാമാണ്. ഭാരത് ഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിൻ്റെ വളരെ ഊർജ്ജസ്വലമായ കരങ്ങളുണ്ട്. ആ എനർജി ഊർജ്ജം മുഴുവനുണ്ട്. അദ്ദേഹം ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. സ്വാഗതത്തിൻ്റെ ഏറ്റവും വലിയ പൂച്ചെണ്ടുകൾ നേരുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ നേർക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാംസ്കാരിക, ഫിഷേഴ്സ്, യൂത്ത് അഫയേഴ്സ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ. അദ്ദേഹം ഭാരത് ഭവൻ്റെ ചെയർമാൻ കൂടിയാണ്. ഭാരത് ഭവൻ്റെ ചെയർമാൻ എന്ന് മാത്രമല്ല, ഭാരത് ഭവൻ്റെ ഒരു രക്ഷാധികാരിയാണ്, രക്ഷകനാണ്, ഉപദേഷ്ടാവാണ്. എന്തെല്ലാമല്ല എന്ന് ചോദിക്കുകയായിരിക്കും. എല്ലാമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രഗത്ഭമായ നേതൃത്വത്തിന് പിന്നിൽ ഭാരത് ഭവൻ
അത്ഭുതം മുന്നേറുകയാണ്. നമ്മുടെ സാംസ്കാരിക മേഖലയിലെ ഏറ്റവും ചെറിയ ചലനങ്ങൾ പോലും എത്രയ്ക്ക് സാഹൂതം വീക്ഷിക്കുവാൻ, പഠിക്കുവാൻ, അതിനനുസരിച്ച് പെരുമാറുവാൻ അദ്ദേഹം കാട്ടുന്ന ഒരു പ്രാഗൽഭ്യം, ആർജവം, ആത്മാർത്ഥത അങ്ങേറ്റം അഭിനന്ദിക്കേണ്ടതാണ്. അങ്ങേറ്റത്തെ ആദരവോടെ നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകനെ, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ സജിചരൺ അവരുടെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയാണ് ശ്രീ പന്തളം സുധാകരൻ. അദ്ദേഹം നമുക്കെല്ലാം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, ഒരു കലാകാരൻ, സാഹിത്യകാരൻ, ഗാനരചയിതാവ് എന്ന നിലകളിലൊക്കെ സുപരിചിതനാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ്സ്, മലയാള ചലച്ചിത്ര വേദിയിലെ ഏറ്റവും വലിയ ഹിറ്റ് സോങ്ങുകളിലൊന്ന് അദ്ദേഹത്തിൻ്റെയാണ്. അതുമാത്രമല്ല, അദ്ദേഹം അതല്ലാതെയും ധാരാളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തനത്തിന് മുൻപന്തിയിലാണ് അദ്ദേഹം. എപ്പോൾ വിളിച്ചാലും ഭാരത് ഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം വരുന്നയാളാണ്, നമ്മെ സഹായിക്കുന്നയാളാണ്, നമ്മോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ആളാണ്. രാഷ്ട്രീയ കക്ഷി ഭേദ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഭാരത് ഭവൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ സാംസ്കാരിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി അനുസ്യൂതം പ്രവർത്തിക്കുന്ന, അനവരതം പ്രയത്നിക്കുന്ന ശ്രീ പന്തളം സുധാകരൻ അവർകളെ സ്വാഗതം ചെയ്യട്ടെ. ഇനിയൊരു വിശിഷ്ടാതിഥിയോടെ നമുക്ക് ശ്രീ മധുപാൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ വെറുതെയാണ് ഇങ്ങനെയൊക്കെ ഈ താടിയൊക്കെ ഇങ്ങനെ വേഷം കാണിച്ചിരിക്കുന്നത് വെറുതെയാണ്. അദ്ദേഹം വളരെ ചെറുപ്പക്കാരൻ, മനസ്സിലൊരു കൊച്ചുകുട്ടിയാണ്, യുവാവാണ് മധുപാൽ. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജനെ പോലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട, ഞാൻ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. അതിപ്രഗത്ഭനായ നടൻ, അതിനേക്കാൾ പ്രഗത്ഭനായ സംവിധായകൻ എന്നിങ്ങനെ ശ്രീ മധുപാൽ കരസ്ഥമാക്കാത്ത പുരസ്കാരങ്ങളില്ല. ഏത് മേഖലയിലും, ദൃശ്യാശ്രവ്യ മേഖലകളിലെല്ലാം തന്നെ, അത് സിനിമയായാലും TV സീരിയലായാലും എല്ലാം. കാളിഗണ്ഡകി എന്ന പേരിൽ മധുപാൽ സംവിധാനം ചെയ്ത ഒരു സീരിയലുണ്ട്, അത് വാസ്തവത്തിൽ കാണേണ്ടതാണ്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ സാംസ്കാരിക മേഖലയെ പരിപുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മിടുക്കനായ നടനെ, സംവിധായകനെ, കൾച്ചറൽ ആക്ടിവിറ്റീസ് വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ ചെയർപേഴ്സണെ ഞാൻ നമുക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ശ്രീ മാധവദാസ് നമ്മുടെ തേക്കാട് വാർഡിൻ്റെ കൗൺസിലറാണ്. വളരെ പരമസാത്വികനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, പുരോഗതിക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തെ എങ്ങനെ നന്നായി ഉപയോഗിക്കാം, എങ്ങനെ സാർത്ഥകമായി ഉപയോഗിക്കാം എന്നുള്ളതിന് ജീവിച്ചിരിക്കുന്ന തെളിവാണ് ശ്രീ മാധവദാസ്. ഇതിൻ്റെ ഭാരത് ഭവൻ്റെ എല്ലാ പരിപാടികൾക്കും ശ്രീ മാധവദാസ് കൗൺസിലറാണെന്നോ അല്ലെന്നോ ഒന്നുമുള്ള വ്യത്യാസം കൂടാതെ എല്ലാ പരിപാടികളിലും ശ്രീ മാധവദാസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്തുണയാണ് നമ്മുടെ ഈ ഭാരത് ഭവൻ ഇവിടെ എങ്ങനെ നിലനിൽക്കുന്നതിന് ഒരു വലിയ പങ്കുവഹിക്കുന്നത്. ശ്രീ മാധവദാസിനെ നമുക്ക് വേണ്ടി സ്വാഗതം ചെയ്യട്ടെ. രണ്ടുപേരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഒന്ന് മൈഥിലി ടീച്ചറിനെയാണ്. മൈഥിലി ടീച്ചർ തിരുവനന്തപുരത്തെ ഭരതനാട്യത്തിൻ്റെ ആദ്യത്തെ പ്രതിഭയുള്ള ഒരാളാണ്. മൈഥിലി ടീച്ചർ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് മിഥിലാലയ ഡാൻസ് അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ചത് മുതലാണ് ഭരതനാട്യത്തിന് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി മദ്രാസിൽ പോകേണ്ട അവസ്ഥ ഇല്ലാതെയായത്. അതുവരെ എങ്ങനെയെങ്കിലും രാംസാപ്പിൾ അദ്ദേഹത്തിൽ നിന്നൊക്കെ പഠിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോയാണ്. ഗിരിജയൊക്കെ വന്നിട്ടുണ്ട്, അറിയാം. അവരൊക്കെ അങ്ങോട്ട് പോയി പഠിക്കുകയായിരുന്നു എല്ലാ വർഷവും. എൻ്റെ ബന്ധുക്കളായിട്ടുള്ള കുട്ടികളൊക്കെ മദ്രാസിൽ പോകുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്തിനാണ് എൻ്റെ ടീച്ചറിനോടൊപ്പം ഞാൻ പോവാണ്, ഞാൻ പോയി പഠിച്ചിട്ട് വരട്ടെ എന്നിട്ടൊക്കെ. ആ ഒരു കാലം കഴിഞ്ഞത് മൈഥിലി ടീച്ചർ വന്നതോടെയാണ്. ടീച്ചർ തിരുവനന്തപുരത്ത് പാലക്കുളങ്ങരയിൽ ഒരു മിഥിലാലയ ഡാൻസ് അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ അന്നും ഇന്നും എന്നും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ആചാര്യയായി, ഗുരുനാഥയായി കഴിയുകയാണ്. മൈഥിലി ടീച്ചറിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇനിയൊന്ന് ആദരവേറ്റുവാൻ ഡോക്ടർ നീന പ്രസാദാണ്. നീന പ്രസാദ് നമ്മുടെ പുതിയ തലമുറയിലെ, എൻ്റെയൊക്കെ വിദ്യാഭ്യാസകാലം കഴിയുമ്പോൾ ഉണ്ടാകുന്നിരുന്ന അടുത്ത തലമുറയിലെ എന്ന് പറയാത്ത വിധത്തിൽ അത്രയ്ക്ക് ചെറുപ്പക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു മഹാപ്രതിഭയായിരുന്നു നീന പ്രസാദ്. മോഹിനിയാട്ടത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. പക്ഷേ നീന പ്രസാദിന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഞങ്ങളൊക്കെ അന്ന് പറയുമായിരുന്നത്. നീനയെ വിളിക്കാം, എന്ത് പെർഫോമൻസിനെങ്കിലും നിന്നെ വിളിക്കാം എന്ന് പറയുമായിരുന്നു അന്ന്. അങ്ങനെ നീന, ഞാൻ പണ്ട് ചെയ്ത ഒരു TV ആൽബത്തിൽ നീനയുടെ അനുജത്തി അന്നീമയായിരുന്നു പ്രധാന വേഷം ചെയ്തിരുന്നത്. അന്ന് നീന വന്ന് അതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്ര വളരെ മിടുക്കിയായ ഒരു കുട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏതാണ്ടൊരു കൾച്ചറൽ അംബാസഡർ പോലെ അവരുടെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സൈറ്റുകളിലും എല്ലാ സചിത്ര ലേഖനങ്ങളിലുമൊക്കെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് നീനയും ഇപ്പോൾ ഗുരു നീന പ്രസാദാണ്. നീന പ്രസാദിനെ നമ്മൾ ആദരിക്കുന്ന മറ്റൊരാൾ. ഈ ബഹുമുഖ പ്രതിഭയായ കുട്ടിയെ
ഡോക്ടർ നീന പ്രസാദിനെ നമുക്കെല്ലാം വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഇനി ഇന്നിവിടെ പെർഫോമൻസ്, രണ്ട് പെർഫോമൻസുകളുണ്ട്. ഒന്ന് ഭരതനാട്യം പെർഫോമൻസും ഒരു കുച്ചിപ്പുടി പെർഫോമൻസും. ഭരതനാട്യം അവതരിപ്പിക്കുന്നത് ശ്രീമതി ഗീതാചന്ദ്രനാണ്, പത്മശ്രീ ഗീതാചന്ദ്രൻ. ഭരതനാട്യം എന്ന കലാരൂപം മലയാളിയുടെ ഹൃദയത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ തമിഴ് സംസ്കാരത്തിൽ നിന്നാണ് ഭരതനാട്യം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ മലയാളിക്ക് അങ്ങനെയല്ല. മലയാളിക്ക് ഭരതനാട്യം കേരളത്തിൻ്റെ സ്വന്തമാണ്. മോഹിനിയാട്ടം പോലെ തന്നെ അത് മലയാളി നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒന്നാണ് ഭരതനാട്യം. ഭരതനാട്യം ഞങ്ങളുടെ കുട്ടികളെ എല്ലാവരെയും ഞങ്ങൾ പഠിപ്പിച്ചു വരുന്നത് ഭരതനാട്യം തന്നെയാണ്. ബേസിക്സൊക്കെ പഠിപ്പിക്കുന്നത്, അടവുകളൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഭരതനാട്യൻ്റെ തന്നെയാണ്. ചുവടുകളും അടവുകളും കരണങ്ങളും ഒക്കെ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഈ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ കലാരൂപം എത്ര മനോഹരമായി അവതരിപ്പിക്കുന്ന പത്മശ്രീ ജേതാവായ ശ്രീമതി ഗീതാചന്ദ്രനെ, പത്മശ്രീ ഗീതാചന്ദ്രനെ നമുക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യാം. ഒരു കുച്ചിപ്പുടി പെർഫോമൻസ് കൂടിയുണ്ട്. കുച്ചിപ്പുടി മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കലാരൂപമാണ്. ആന്ധ്രയിലെ ഒരു വിദൂര ഗ്രാമത്തിലുണ്ടായി വന്ന ഒരു കലാരൂപം. കുച്ചിപ്പുടി എന്ന ഗ്രാമത്തിലെ പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ഒരു നൃത്തരൂപം. അത് മലയാളിയുടെ മനസ്സിനെ കീഴടക്കിയത് വളരെ പെട്ടെന്നാണ്. വെമ്പട്ടി ചിന്നസത്യം അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആൾക്കാർ കേരളത്തിലേക്ക് കടന്നു കയറുകയും കേരളത്തെ ശരിക്കും ആക്രമിച്ച് കീഴടക്കുകയും ചെയ്യുക. മലയാളിയുടെ ഒരു മാനസിക ഭാവത്തെ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു അദ്ദേഹം. അഭിനയതയ്ക്ക് ഇങ്ങനെ പ്രാധാന്യമുള്ള ഒരു നൃത്തരൂപം. ഞങ്ങൾ മോഹിനിയാട്ടം കേരളത്തിൻ്റെതായിട്ടുണ്ട് എങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മേ ബി അണ്ടർസ്റ്റാൻഡിങ്, മേ ബി റിയലൈസിങ് വാട്ട് ഐ എം ടെല്ലിങ് യു. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ഈ കഥകളെല്ലാം, നമ്മുടെ പുരാണങ്ങളിലെ ഭാഗവതിലെ കഥകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ്റെ കഥയൊക്കെ എത്ര മനോഹരമായി മലയാളിക്ക് പകർന്നു കൊടുത്ത അഭിനയതയ്ക്ക് എത്ര പ്രാധാന്യം നൽകിയിരുന്ന ഈ കലാരൂപം പുരുഷന്മാർ മാത്രമാണ് ആദ്യകാലത്ത് അവതരിപ്പിച്ചിരുന്നത്. അവിടെ പുരുഷൻ സ്ത്രീവേഷം കിട്ടിയൊക്കെ അവിടെ നിന്ന് സ്ത്രീകൾ കടന്നു വരുന്ന വലിയ വിപ്ലവത്തിൻ്റെ കഥയാണ്. ഒരു വിപ്ലവത്തിൻ്റെ കഥയാണ്, ഒരു വലിയ സാംസ്കാരിക മേഖല വലിയ വിസ്ഫോടനത്തിൻ്റെ കഥയാണ് സ്ത്രീകൾ കുച്ചിപ്പുടി അവതരിപ്പിച്ചു തുടങ്ങുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ സ്ത്രീകൾ മാത്രമാണ് കുച്ചിപ്പുടി അവതരിപ്പിക്കുന്നതെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ സാംസ്കാരിക വിപ്ലവത്തിന്, ഒരു സാംസ്കാരിക വിസ്ഫോടനത്തിന് തുടക്കം കുറിച്ച ആൾക്കാരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് ഇന്നിവിടെ കുച്ചിപ്പുടി അവതരിപ്പിക്കുന്ന ശ്രീമതി വൈജയന്തി കാശി, ശ്രീ പ്രതീക്ഷ കാശി എന്നിവർ. അവർ രണ്ടുപേരെയും മലയാള നാട്ടിന് മുഴുവൻ വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തിയ ശ്രീ റോബിൻ സേവ്യറാണ്. അദ്ദേഹം എടുത്ത് പറയേണ്ട കാര്യമില്ല, നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അംഗം. ശ്രീ റോബിൻ സേവ്യറിന് സ്വാഗതം. ഒപ്പം ഈ നിറഞ്ഞ സദസ്സിന്, എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും ഒരുപോലെ തന്നെ നിറഞ്ഞ ഈ സദസ്സ്, മഹത്തായ ഈ സദസ്സിന് എത്ര മിടുക്കന്മാരും മിടുക്കികളും എത്ര പ്രഗത്ഭമതികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുന്ന് എണ്ണി തുടങ്ങിയാൽ എണ്ണി തീരില്ല. ശ്രീമതി റിക്കാറ്റ, ഗിരിജ, ഉഷ, ബന്ധു, ഇങ്ങനെ തുടങ്ങി പുറകോട്ട് നോക്കി തുടങ്ങിയാൽ ഒരുപാട് എല്ലാവരും പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് മാത്രമേ ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എത്ര മിടുക്കന്മാരായ, എത്ര പ്രഗത്ഭമതികളായിട്ടുള്ള ഒരു വലിയ സദസ്സ് ഈ പരിപാടി കാണാനും ഭാരത് ഭവനെ ആശീർവദിക്കാനും വന്നെത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരു കാര്യം മാത്രം ഉറപ്പിക്കാം, അതിൽ പ്രതിജ്ഞ എടുക്കാം. ഈ ഭാരത് ഭവൻ്റെ പത്മശ്രീ പത്മവിഭൂഷൺ ഡോക്ടർ കപിലാബാദ് സേൻ നൃത്തോത്സവം എന്നത് ഒരു കൊനാറിക് ഫെസ്റ്റിവൽ, നാളത്തെ കൊനാറിക് ഫെസ്റ്റിവൽ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ മാധ്യമ പ്രതിനിധികൾക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും ഡോക്ടർ കപിലവാത്സ്യായ നൃത്തോത്സവത്തിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടറും പ്രശസ്ത നാടക ചലച്ചിത്ര സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ് അധ്യക്ഷ ഭാഷണത്തിനായി. വേദിയിലെ ഭാരത് ഭവൻ്റെ ഊർജ്ജസ്രോതസ്സും മാർഗദർശിയും ഭാരത് ഭവൻ ഏറ്റവും അഭിമാനത്തോടു കൂടി എപ്പോഴും പറയുന്ന നമ്മുടെ ചെയർമാൻ എന്ന് പറയുന്ന ആദരണീയനായ സജി ചെറിയാൻ സാർ, അതുപോലെ തന്നെ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പന്തളം സുധാകരൻ സാറുണ്ട്, കലാമനസ്സുള്ള ജനനായകൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വം മധുബാലേട്ടനുണ്ട്. സാഹിത്യത്തിലും ചലച്ചിത്രത്തിലും സാംസ്കാരിക രംഗത്തുമൊക്കെ ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം.
ഇവിടെ ആദരിക്കപ്പെടുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ മൈഥിലി ടീച്ചർ, നീന പ്രസാദ്. നൃത്താസ്വാദകരുടെ മുന്നിൽ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഒരു അപരാധമായിരിക്കും. കാരണം അത്രത്തോളം ആഴത്തിൽ അവർ രംഗവേദിയിൽ നിറഞ്ഞാടി അവരുടെ പ്രതിഭ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാധവദാസ്, അദ്ദേഹം ഇവിടെ കൗൺസിലറാണ്, തൈക്കാട് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഭാരത് ഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും ഒപ്പം നിൽക്കുന്ന ആളാണ്. ഇവിടെ സ്വാഗതം ആശംസിച്ച രാധാകൃഷ്ണൻ സാർ, നാടകരംഗത്ത് കാവാലം നാരായണപ്പണിക്കരുടെ നാടകക്കളരിയിൽ പയറ്റി തെളിഞ്ഞ ഒരു അഭിനേതാവാണ്. അതുപോലെ തന്നെ AERൻ്റെ മുൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. എല്ലാ രീതിയിലും സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. അതുപോലെ തന്നെ റോബിൻ സേവ്യർ, അദ്ദേഹം ഭാരത് ഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന നിർവാഹക സമിതി അംഗമാണ്. ഇവിടെ ആദരിക്കപ്പെടുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നിങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പത്മശ്രീ ഗീതാചന്ദ്രൻ മാം. അവരിവിടെ നേരത്തെ രാവിലെ വന്ന് റിഹേഴ്സൽ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി എത്രത്തോളം സൂക്ഷ്മതയോടെയാണ് നൃത്തത്തെ അവർ സമീപിക്കുന്നത്, എത്രമാത്രം ആഴത്തിലുള്ള ഉപാസനയാണ് അത് എന്ന്. ഒപ്പം മറ്റൊരാൾ വൈജയന്തി കാശിയാണ്. കുച്ചിപ്പുടി നൃത്തരംഗത്ത് അനിതര സാധാരണമായ പ്രതിഭ പ്രകടിപ്പിച്ച വ്യക്തിത്വം. അതുപോലെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള നൃത്താസ്വാദകരെ, പ്രിയപ്പെട്ട പത്ര ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ, ഡോക്ടർ കപില വാത്സ്യായൻ്റെ നാമത്തിലുള്ള ഫെസ്റ്റിവൽ ഒരു കോവിഡ് കാലത്താണ് തുടങ്ങുന്നത്. കോവിഡ് കാലത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യമായ കൂടിച്ചേരലുകളൊക്കെ ഇല്ലാതായ ഒരു സാഹചര്യത്തിൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലായി കപില വാത്സ്യായൻ ഫെസ്റ്റ് 2020 സജി ചെറിയാൻ സാറിൻ്റെ എല്ലാ പിന്തുണയോടും കൂടി നടത്തപ്പെട്ടു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ വലിയ അംഗീകാരവും വലിയ പ്രോത്സാഹനവുമാണ് അതിന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചത്. അന്ന് പത്മശ്രീയും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ചെയ്തത്. അന്നും നീന ടീച്ചറും രാശ്രീ ടീച്ചറും ഒക്കെ അതിൻ്റെ ക്യൂറേറ്റേഴ്സായിട്ട് ഉണ്ടായിരുന്നു. ഭാരതത്തിലെ പ്രധാനപ്പെട്ട നൃത്തരംഗത്തെ പ്രതിഭകൾ ഒപ്പമുണ്ടായിരുന്നു. അത് നൽകിയ ഒരു ഊർജത്തിൽ നിന്നാണ് രണ്ടാമതിങ്ങനെ ഒരു ഫെസ്റ്റിവൽ ആലോചിച്ചപ്പോൾ ഇന്ത്യയിലെ ഗുരുമുഖങ്ങളിൽ നിന്ന് സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് പത്മശ്രീയും പത്മവിഭൂഷണും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരവും നേടിയ വലിയ മുതിർന്ന നൃത്തപ്രതിഭകൾക്ക് മാത്രമായിട്ടുള്ള ഫെസ്റ്റിവലിൽ ദേശീയ തലത്തിൽ അപൂർവമാണ്. നമ്മൾ കപില വാത്സ്യായനെ ഓർത്തെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഗുരുമുഖങ്ങളെ ഓർത്തെടുക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ കമ്മിറ്റിക്ക് തോന്നി. സജി ചെറിയാൻ സാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടെ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോടെ നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. നമുക്ക് വലിയ സന്തോഷമാണ് തോന്നുന്നത്. കാരണം 5 ദിവസവും നിറഞ്ഞ സദസ്സ്, ഒരുപാട് അഭിനന്ദനം, അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ വലിയ സപ്പോർട്ട്, ഇതൊക്കെ ചേർന്നാകുമ്പോൾ ഈ നൃത്തോത്സവം വലിയ വിജയമായി തീരുന്നു. നമുക്കറിയാം കപില വാത്സ്യായൻ എന്ന് പറയുന്ന വ്യക്തിത്വം, എസ്തെറ്റിക് സെൻസ് ഇത്രത്തോളം ആഴത്തിലുള്ള ഒരു വ്യക്തിത്വം. കപില മാമിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം സൗന്ദര്യശാസ്ത്രത്തെ ഇത്രത്തോളം ആഴത്തിൽ, നമ്മുടെ ഭാരതീയ സൗന്ദര്യശാസ്ത്രം കലയിൽ എങ്ങനെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നൃത്തകലയുടെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ച് ഒരുപാട് പണ്ഡിത സമാനമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ കപില വാത്സ്യായൻ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ കപില മാം മരിച്ച സമയത്ത് 2020 ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഹ്യൂമാനിറ്റിയെ അത്രത്തോളം ചേർത്ത് പിടിച്ച വ്യക്തിത്വം, മനുഷ്യർക്കിടയിലുള്ള അതിരുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മാനവികത, മാനുഷികത എന്ന് പറയുന്ന കാര്യത്തെ കലയിലൂടെ കൊണ്ടുവരാൻ നിരന്തരം ശ്രമിച്ച ഒരാൾ. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, കപില വാത്സ്യായൻ അവഗണിക്കുന്നവർക്കൊപ്പം നിന്നു. ഏത് കലയാണോ എവിടെയാണോ പ്രാന്തവൽക്കരിക്കപ്പെടുന്നത് അവിടെ അവർ ഒപ്പം നിന്നു. കേരളത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. കേരളത്തിൻ്റെ സവിശേഷമായ കൂടിയാട്ടമായാലും മോഹിനിയാട്ടമായാലും മറ്റ് നൃത്തകലാരൂപങ്ങളായാലും എവിടെയൊക്കെയോ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കപില മാം നമുക്കൊപ്പം നിന്നു. കേരളത്തിൻ്റെ കലാരൂപങ്ങൾ അന്തർദേശീയ തലത്തിൽ ഉയർന്ന മാനമുള്ളവയാണ്, അതിന് വലിയ സൗന്ദര്യശാസ്ത്ര ബോധമുണ്ട്, വലിയ മാതൃകവും പൈതൃകവുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കപില മാം കേരളത്തിൻ്റെ കലകളെ യുനെസ്കോവിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചു, അതിൻ്റെ അംഗീകാരം നേടിക്കൊടുത്തു. എന്നും എപ്പോഴും കലാമണ്ഡലത്തിനും അതുപോലെ തന്നെ കേരളീയ കലകൾക്കും ഒപ്പം നിന്നു കപില മാം. അതുകൊണ്ട് തന്നെയാണ് സജി ചെറിയാൻ സാറിനെ പോലെയുള്ള ഒരു ജനകീയനായിട്ടുള്ള മന്ത്രി കപില മാമിൻ്റെ പേരിലുള്ള ഫെസ്റ്റിവൽ ഇവിടെ നിന്നാൽ പോരാ, അതിന് 3ാമത്തെ അധ്യായം ഉടൻ തന്നെ വേണം. ഗുരുമുഖങ്ങളെ വെച്ചുകൊണ്ടുള്ള ഈ ഒരു ഉത്സവം, അതിനുശേഷം നമുക്ക് രാജ്യത്ത് യുവതയുണ്ട്, പുതിയ നൃത്തവേദിയിൽ പുതുതായി തിളങ്ങി വരുന്ന പ്രതിഭയുള്ളവരുണ്ട്. അവരുടെ
അവരുടെ പ്രതിഭയെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ 3 ഇടങ്ങളിൽ, അത് ആരാധ്യനായിട്ടുള്ള മിനിസ്റ്റർ ഇവിടെ പറയും, കേരളത്തിൻ്റെ 3 സ്ഥലങ്ങളിലായിട്ട് മെയ് മാസത്തിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ദേശീയ യങ് ടാലൻറ്റ് ഫെസ്റ്റ് കപില മാമിൻ്റെ പേരിൽ നടത്താൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധമായ പരിപാടികൾ, അത് കഴിഞ്ഞ് സജി ചെറിയാൻ സാറിൻ്റെ തന്നെ മനസ്സിലുള്ള കടൽമിഴി എന്ന് പറയുന്ന പ്രോഗ്രാം, നമ്മുടെ തീരദേശങ്ങൾക്ക് ഒരുപാട് സവിശേഷമായ കലാരൂപമുണ്ട്. നമ്മൾ പലപ്പോഴും കാണാത്ത ഒരുപാട് ചവിട്ട് നാടകം പോലുള്ള, മീൻപാട്ടുകൾ പോലുള്ള, ഈ അധ്വാനിക്കുന്ന സമയത്ത് കമ്പ വലിക്കുന്ന സമയത്തുള്ള പാട്ടുകൾ, ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ അവരുടേതായുള്ള കലാരൂപങ്ങൾ അത് കേരളത്തിൻ്റെ 9 തീരദേശങ്ങളിൽ 3 ദിവസമായി സംഘടിപ്പിക്കും. അത് കടലിൻ്റെ പശ്ചാത്തലത്തിൽ, എൻവയോൺമെൻറ്റിൽ, തിയേറ്ററിൻ്റെ പശ്ചാത്തലത്തിൽ സാധ്യത ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയും അത് അടുത്ത ജനറേഷന് വേണ്ടി, പലതും കൈമോശം വന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം, അത് അടുത്ത ജനറേഷന് വേണ്ടി ഡിജിറ്റലി ആർക്കൈവ് ചെയ്യപ്പെടുക. ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കപില വാത്സ്യായൻ ഫെസ്റ്റിൻ്റെ സമാപന ദിനത്തിൽ എത്തിച്ചേരുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. ആരാധ്യനായിട്ടുള്ള മന്ത്രിക്കും മധുബാലേട്ടനും പന്തളം സുധാകരൻ സാറിനും ഒക്കെ സംസാരിക്കുവാനുണ്ട്. വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇവിടെ ആദരിക്കുവാനുണ്ട്. അതുപോലെ തന്നെ നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നക്ഷത്രങ്ങളുടെ നൃത്തശോഭ ആസ്വദിക്കുവാനുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. ഈ 5 ദിനങ്ങളിലും നമുക്കൊപ്പം നിന്ന എല്ലാവരോടുമുള്ള ഒരു നന്ദി കൂടി അഡ്വാൻസായിട്ട് പ്രകാശിപ്പിക്കാൻ കൂടി ഈ വേള ഉപയോഗപ്പെടുത്തുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ ഈ ഫെസ്റ്റിവലിൻ്റെ 5ാം ദിനത്തിലേക്ക് സ്വാഗതം അരുളുന്നതിനൊപ്പം ഏറെ ആദരവോടെ സഹർഷം പ്രിയപ്പെട്ട സജി ചെറിയാൻ സാറിനെ ഈ ദിനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനും അതിനെ തുടർന്ന് അദ്ദേഹം തന്നെ ഈ യങ് ടാലൻറ്റ് ഫെസ്റ്റിൻ്റെ ലോഗോ പ്രകാശനവും നിർവഹിക്കും. സ്നേഹം. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ്, ഫിഷറീസ്, യുവജനകാര്യ വകുപ്പ് മന്ത്രിയും ഭാരത് ഭവൻ്റെ ചെയർമാനും ഭാരത് ഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗനിർദ്ദേശവും എല്ലാ സഹകരണവും സപ്പോർട്ടും നൽകിയ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകൾ ഡോക്ടർ കപില വാത്സ്യായൻ്റെ നാമത്തിലുള്ള ഈ നൃത്തോത്സവത്തിൻ്റെ 5ാം ദിനത്തിൻ്റെ ഒറ്റത്തിരി തെളിയിക്കുകയാണ്. ഒപ്പം മറ്റ് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൂടി അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. നമ്മുടെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി, ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, സ്വാഗത പ്രസംഗം നടത്തിയ പ്രിയങ്കരനായ ശ്രീ എസ് രാധാകൃഷ്ണൻ, ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന നമ്മുടെ മുൻ മന്ത്രി കൂടിയായ കവിയും കലാകാരനുമായ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പന്തളം സുധാകരൻ, ഫിലിം ഡയറക്ടറും ആക്ടറുമായിട്ടുള്ള വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാനുമായ പ്രിയങ്കരനായ ശ്രീ മധുപാൽ, ഗുരു മൈഥിലി ടീച്ചർ, പ്രിയങ്കരിയായ എൻ്റെ സഹോദരി ഡോക്ടർ നീന പ്രസാദ്, വാർഡ് കൗൺസിലർ ശ്രീ മാധവദാസ്, ഇന്ന് ഇവിടെ നൃത്തം കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന പത്മശ്രീ ഗീതാ ചന്ദ്രൻ, വൈജയന്തി കാശി, അഡ്വക്കേറ്റ് റോബിൻ സേവ്യർ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 5 ദിവസമായി നടക്കുന്ന ഈ പരിപാടിയെ സംബന്ധിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ, സ്വാഗത പ്രസംഗത്തിലും
കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഭാരത് ഭവൻ കേരള സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലെ മികച്ച സ്ഥാപനങ്ങളിലൊന്നായി മാറുകയും ഭാവനാപൂർണമായ ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിനും രാജ്യത്തിനും മാതൃകയായി മാറിയിരിക്കുന്നു എന്നതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുകയാണ്. കലാപണ്ഡിതയും കേരളീയ കലകളുടെ ഉപാസകയും ഇന്ത്യൻ കലകളെ വിദേശങ്ങളിൽ പരിചയപ്പെടുത്തുന്ന നേതൃത്വപരമായ പങ്ക് നിർവഹിച്ച് പാർലമെൻറ്റ് അംഗമായിരുന്ന ലോകപ്രസിദ്ധിയായിരുന്ന പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ്റെ നാമധേയത്തിൽ 2020 സെപ്റ്റംബറിൽ സാംസ്കാരിക വകുപ്പ് 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ഫെസ്റ്റ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിൽ സംഘടിപ്പിച്ചു. ഭാരത് ഭവൻ്റെയും ലോക മലയാളി സംഘടനകളുടെയും ഫേസ്ബുക്ക് പേജ് വഴി 11 ദിവസം വെബ്കാസ്റ്റ് ചെയ്യപ്പെട്ട പ്രഥമ നൃത്തോത്സവം ലോക മലയാളികളിലേക്ക് എത്തേണ്ട വിധം എത്തപ്പെട്ടു. അതിൻ്റെ സാക്ഷ്യമെന്നതിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലായിടത്തു നിന്നും അഭിനന്ദന കുറിപ്പുകളും ആശംസകളും സാംസ്കാരിക വകുപ്പിനും ഭാരത് ഭവൻ ലഭിച്ചു. പത്മശ്രീയും പത്മഭൂഷണും നേടിയ കലാപ്രതിഭകളും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളും ഉൾപ്പെടുന്ന ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ ഗുരുക്കന്മാർക്ക് വേണ്ടിയാണ് രാജ്യത്തെ ശ്രദ്ധേയമായ ക്ലാസിക്കൽ നൃത്തോത്സവത്തിൻ്റെ 2ാം അധ്യായം സംഘടിപ്പിക്കുന്നത്. ഈ നോട്ടീസ് തന്നെ വായിക്കുമ്പോൾ അവരോരോരുത്തരും ഓരോ മേഖലയിൽ അവരുടെ സംഭാവനകൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ നൃത്തകലയിലും പുതുവഴികൾ പകർന്നേകി കാലം എക്കാലവും അനുസ്മരിക്കുന്ന സംഭാവന നൽകി കടന്നുപോയ സർഗപ്രതിഭകളെക്കുറിച്ചുള്ള സ്മൃതിഭാഷണം, സാംസ്കാരിക കൂട്ടായ്മ, കലാപ്രതിഭകൾക്കുള്ള ആദരം, നൃത്തകലയിലെ പ്രതിഭകളെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ, ഇന്ത്യൻ നൃത്തകലയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രദർശനം എന്നീ ഉള്ളടക്കത്തോടെയാണ് ദേശീയ നൃത്തോത്സവത്തിൻ്റെ 2ാം അധ്യായം വിജയകരമായി ഇന്ന് 5ാം ദിനത്തിൽ എത്തിച്ചേർന്ന് സമാപിക്കുന്നു. ഇനി വരും വർഷം പത്മഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായനൻ ദേശീയ നൃത്തോത്സവത്തിൻ്റെ 3ാം ഘട്ടം ഇവിടെ പ്രമോദ് വിശദീകരിച്ചതുപോലെ യങ് ടാലൻറ്റ് ഫെസ്റ്റിവൽ എന്ന നിലയ്ക്കാണ് സംഘടിപ്പിക്കുന്നത് എന്നത് സന്തോഷപൂർവ്വം ഞാൻ ഈ വേളയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരംഗത്ത് യുവപ്രതിഭകളെ അണിനിരത്തി 9 ദിനങ്ങളിലായി സാംസ്കാരിക വകുപ്പിൻ്റെ സഹകരണത്തിൽ ഒരുക്കുന്ന ദേശീയ നൃത്തോത്സവത്തിൻ്റെ അവതരണ വേദികൾ ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിർവഹിക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഓരോ ജില്ലകളിലും 3 ദിവസങ്ങൾ വീതമായിരിക്കും നൃത്തോത്സവം സംഘടിപ്പിക്കുക. ഭാരത് ഭവൻ ജനകീയവും നവീനമായ സാംസ്കാരിക ദൗത്യങ്ങൾ നിർവഹിച്ചു വരുന്നു എന്നത് ഈ സാംസ്കാരിക വിനിമയ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. പക്ഷേ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നേരിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചല്ല ഇത് നടപ്പാക്കുന്നത്. മന്ത്രി എന്ന നിലയിൽ എൻ്റെ ചുമതല എന്ന ഭാഗം നിർവഹിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ ഭാരത് ഭവൻ്റെ പ്രവർത്തനത്തിൽ ചെയർമാൻ എന്ന നിലയിൽ തുറന്ന മനസ്സോടുകൂടിയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ കാണുന്നത്. പക്ഷേ ഇതിനാകെ നേതൃത്വം കൊടുക്കുന്നത് പ്രമോദ് പയ്യന്നൂരാണ്. ഒരു മികച്ച സംഘാടകൻ എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും സാംസ്കാരിക വകുപ്പിനെ അതിൻ്റെ മാർഗരേഖ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് ഈ നിലയിലേക്ക് ഈ സ്ഥാപനം ഉയർന്നു വന്നതെന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
കോവിഡ് കാലത്ത് അതിൻ്റെ ഭാഗമായി നമ്മൾ കൂട്ടായി ചർച്ച ചെയ്തപ്പോൾ കലാകാരന്മാരെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, പുറത്തോട്ടിറങ്ങാൻ കഴിയാത്ത കാലം, വരുമാനമില്ലാത്ത കാലം, അങ്ങനെ ഞങ്ങൾ നടത്തിയ ചർച്ചയിലാണ് മഴമിഴി എന്ന പേരിൽ ഒരു പരിപാടി ഓരോ കലാസമൂഹങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അവർക്ക് സ്നേഹപാരിതോഷികമായ ഒരു ചെറിയ പ്രതിഫലം നൽകി അവരുടെ കലാ അവതരണങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കി ഒരു പദ്ധതി നടപ്പാക്കണം. മഴമിഴി എന്ന നാമധേയം നൽകി. ഈ പദ്ധതി ഞാൻ അഭിമാനത്തിൽ പറയുന്നു, 1 കോടിയിലേറെ പ്രേക്ഷകരാണ് ഈ പദ്ധതി കണ്ടത് എന്നത്. കോവിഡ് കാലത്ത് കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിച്ചു എന്നത് വസ്തുതയാണെങ്കിലും അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു റെക്കോർഡായിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ കാണുന്നത്. കേരളത്തിൽ അതിനുശേഷം ഗോത്രകലകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു പരിപാടി അതത് ഊരുകൾ ചെന്ന് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ തൊഴിൽ രഹിതരായ വരുമാനമില്ലാത്ത കലാകാരന്മാർക്ക് വേണ്ടി ആദ്യത്തെ പദ്ധതി മഴമിഴി. നമ്മുടെ ഗോത്രകലകൾ, പ്രത്യേകിച്ച് ഊരുകൾ, ആദിവാസി മേഖലയിൽ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിലുള്ള കലാരൂപങ്ങൾ, അത് വല്ലതും അപ്രത്യക്ഷമായൊരു കാലം. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് തളിർമിഴി സമഗ്ര ഗോത്രോത്സവം എന്ന രൂപത്തിലൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു. അതും വളരെ നല്ല നിലയിൽ തന്നെ അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും. മൂന്നാമത്തെ ഭാഗം വന്നപ്പോഴാണ് കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ ഇടയിൽ ധാരാളം പ്രതിഭകളുണ്ട്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ, ഭിന്നശേഷിക്കാരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരാണ്. ഒരു കാലത്ത് അവരൊക്കെ മാറ്റി നിർത്തപ്പെട്ടു പോയി. പക്ഷെ ഇന്നതല്ല. ഇന്ന് ഗവൺമെൻറ് അവരെയെല്ലാം ചേർത്ത് പിടിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവരെ സംരക്ഷിക്കുന്ന സ്റ്റേറ്റുകളിലൊന്നാണ് കേരളം. അവിടെ നമ്മൾ അവർക്ക് വേണ്ടി തളിർമിഴി ക്യാപ്ഷൻ സർഗോത്സവം, കമ്പാഷൻ സർഗോത്സവം എന്ന നിലയിലൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. അത് വളരെ വിജയകരമായി നടന്നു. ഞാൻ അതിൻ്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പോയ സ്ഥലം തിരുവനന്തപുരത്ത്, അതിൻ്റെ പേര് നിഷിൽ ഞാൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല പരിപാടി കണ്ടപ്പോൾ. കാരണം അത്തരം കലാകാരന്മാർ, കലാകാരികൾ വന്ന് അവരുടെ കലാപ്രവർത്തനം അവിടെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, നമ്മളെപ്പോൾ ആകേണ്ട കുഞ്ഞുങ്ങളാണ്, നമ്മളെപ്പോൾ ആകേണ്ട വ്യക്തികളാണ്, അപ്പോൾ അവരെത്ര കഴിവുള്ളവരായേനെയും എന്ന് ഞാൻ അവിടെ വെച്ച് ആലോചിച്ചു. പക്ഷെ അത് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പ്രത്യേക പദ്ധതിയായിട്ടത് മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും ആലോചിച്ചു, ഈ കടലിൻ്റെ മന്ത്രി എന്ന നിലയിൽ ഏറ്റവും വലിയ വകുപ്പാണല്ലോ. കാരണം ജലാശയങ്ങളാണല്ലോ, വകുപ്പിന് പൈസ കുറവാണെങ്കിലും ജലാശയത്തിന് കുറവൊന്നുമില്ല. അപ്പം അതുകൊണ്ട് കടൽ അളക്കാനൊന്നും പറ്റില്ല, കിടക്കുകയാണ് വിശാലമായിട്ട്. അപ്പോൾ ഈ കടലിൻ്റെ മക്കളുടെ ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് ഇതുപോലെ തന്നെ പ്രമോദ് പറഞ്ഞ പോലെ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അപ്പം അവർ സത്യം പറഞ്ഞാൽ അവരുടെ കലാരൂപങ്ങളൊന്നും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല. അപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരു പദ്ധതി നമുക്ക് കടൽമിഴി തീരദേശ സർഗോത്സവം എന്ന നിലയിലൊന്നും സംഘടിപ്പിക്കണം. ഈ വർഷം 9 തീരദേശ ജില്ലകളിൽ ഓരോ ജില്ലകളിൽ 3 ദിവസം എന്ന നിലയിൽ ഭാരത് ഭവൻ്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നു. അപ്പം 4 പദ്ധതികൾ 4 സന്ദർഭങ്ങളിലായി കേരളത്തിൽ നടപ്പാക്കാൻ സാംസ്കാരിക വകുപ്പിൻ്റെ സഹായത്തോടെ ഭാരത് ഭവൻ മുൻകൈയെടുത്തെങ്കിൽ മികച്ച സംഘാടനത്തിലേക്ക് ഭാരത് ഭവനെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നതും പരമ്പരാഗത രീതിയിൽ നിന്ന് ഒരു വലിയ മാറ്റം ഭാരത് ഭവനിൽ വന്നിരിക്കുന്നു എന്നതും അതിൻ്റെ ചുമതല നിർവഹിക്കുന്ന ആളിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇവരെ ഞാൻ പിന്നെയും അഭിനന്ദിക്കേണ്ട കാര്യമില്ല. അവരുടെ ഉത്തരവാദിത്തമാണെങ്കിലും വീണ്ടും ഞാൻ ഒന്നുകൂടി ആ കാര്യത്തിൽ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ കടലിൻ്റെ പരിപാടി ഭംഗിയായിട്ട് വിജയിപ്പിക്കുന്നില്ലെങ്കിൽ അതെനിക്ക് ക്ഷീണമുണ്ടാകും. കാരണം വകുപ്പൻ്റെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവരെ ഞാൻ വീണ്ടും അഭിനന്ദിച്ചത്. എന്തായാലും നന്നായിട്ടത് നടക്കും, അതിനുള്ള പ്ലാനിങ് എല്ലാം ആയിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ
കേരളത്തിലെ കലാലയങ്ങൾക്ക് വേണ്ടി അന്തർദേശീയ നിലവാരത്തിലുള്ള തെരുവ് നാടകത്തിൻ്റെ പുതിയ ശൈലികളെ പരിചയപ്പെടുത്തുന്ന ശില്പശാല, കലാലയങ്ങളിൽ ട്രാവലിംഗ് തിയേറ്ററിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തി ലഹരിക്കും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരെ പുരോഗമനപരമായ സാംസ്കാരിക സർഗയാത്രയും ഇപ്പോൾ ഭാരത് ഭവൻ തുടങ്ങാൻ പോവുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഡ്രീം പ്രോജക്റ്റ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. അത് കേരളത്തിലെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം അതിലേക്ക് അവരെ എത്തിക്കുക മാത്രമല്ല, വിശ്വപൗരന്മാരവരെ ആക്കണമെന്നാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ജാതിബോധവും മതബോധവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ലഹരിയും ഒക്കെ എതിരായി ഒരു പൗരൻ എങ്ങനെയാണ് വളർന്നു വരേണ്ടത്, എല്ലാ കാര്യത്തിലും ഞങ്ങളൊരു സിലബസ് തന്നെ ഉണ്ടാക്കി. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിൻ്റെ പണിപ്പുരയിലായിരുന്നു. ഇന്ന് ഞാൻ അതിൻ്റെ ബുക്ക് പ്രകാശനം ചെയ്ത ദിവസമാണ്. പഠിപ്പിക്കേണ്ട കോഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ബുക്ക് ഇന്ന് പ്രകാശനം ചെയ്ത ദിവസം അത് ആരംഭിക്കാൻ പോവുകയാണ്. ഒരു വർഷം 1 ലക്ഷം കുഞ്ഞുങ്ങളെ പരിശീലനം കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അത് കേരള ഗവൺമെൻറ് സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ബാലകേരളം എന്ന നാമധേയത്തിലാണ് ആ പരിപാടി നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഭാരത് ഭവൻ അടക്കം ഇപ്പം നടത്തി വരുന്ന പരിപാടികളെ ഏകോപിപ്പിക്കുക എന്നത് നമ്മൾ ലക്ഷ്യമിടുകയാണ്. അത് നമുക്ക് കേരളത്തിൻ്റെ ഭാവിയെ ഏറ്റവും ആവശ്യമാണ്. കാരണം ശാസ്ത്രം, യുക്തി, പ്രായോഗികത ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് എന്താണോ ആഗ്രഹം അതിലേക്ക് അവരെ നയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അവരിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതാണ് ഗവൺമെൻറ് ലക്ഷ്യം. അന്തർദേശീയ തലത്തിൽ വിവിധ ഭാഷകളിൽ രൂപപ്പെട്ട ഷേക്സ്പീരിയൻ നാടകോത്സവം ഭാരത് ഭവൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക വിരുന്നുകളിലൊന്നാണ്. സാംസ്കാരിക വിനിമയ രംഗത്ത് ഈ കാലങ്ങളിൽ ഏറെ ജനകീയമായുള്ള ചലനങ്ങൾ ഒരുക്കുന്നതിന് ഭാരത് ഭവന് കഴിഞ്ഞിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവന് കല, ഭാഷ, സംസ്കൃതി എന്നിവ കൂട്ടിയിണക്കി ഇന്ത്യൻ ബഹുസ്വരതയ്ക്ക് കരുത്തു പോരുന്ന നവസാംസ്കാരിക ദൗത്യങ്ങൾ നിറവേറ്റാൻ ഇനിയും സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് കഴിയട്ടെ എന്ന് ഞാൻ സന്തോഷത്തോടെ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മൺമറഞ്ഞു പോയ, അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാതെ പോയ, നമ്മൾ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കലാരൂപങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള വലിയൊരു പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റമാണ് ഫോക്ലോർ അക്കാദമിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 1000-ഓളം കലാരൂപങ്ങളാണ് നമ്മളിപ്പോൾ ഫോക്ലോർ വഴി കണ്ടെത്തി അവതരിപ്പിക്കുന്നു. ഈ വർഷം ചരിത്രത്തിലാദ്യമായ ഒരു ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റ് തിരുവനന്തപുരത്ത് നടത്താൻ ഗവൺമെൻറ് ആലോചിക്കുന്നു എന്ന സന്തോഷകരമായ കാര്യവും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയ കലകളെ പുനർജീവിപ്പിക്കാനും അതിനെ തിരികെ കൊണ്ടുവരാനും നമുക്ക് കഴിയണം. ഓരോ കലാരൂപവും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്നതിനെ പറ്റിയുള്ളതും പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളതിനെ പറ്റിയുള്ളതാണ്. തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ അടിസ്ഥാനത്തിൽ പത്മഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായനൻ്റെ നാമത്തിൽ അർത്ഥയുക്തിയോടൊരുക്കിയ ഈ ഫെസ്റ്റിവലിൻ്റെ എല്ലാ സംഘാടകരെയും, അക്ഷീണം പ്രവർത്തിച്ച സുമനസ്സുകളെയും, ഈ പരിപാടിയിൽ ആദ്യാവസാനം 5 ദിവസം പങ്കെടുത്ത ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്ത മേഖലയിലെ അതുല്യ പ്രതിഭകൾക്കും വിജയകരമായി തീർത്ത എല്ലാ പ്രേക്ഷകർക്കും, ഈ സാംസ്കാരിക ഉത്സവത്തിന് നല്ല പ്രോത്സാഹനം നൽകിയ എല്ലാ മാധ്യമങ്ങൾക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും സാംസ്കാരിക വകുപ്പിൻ്റെ പേരിൽ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വാക്കുകൾക്ക് നന്ദി. ബഹുമാനപ്പെട്ട മന്ത്രിയോട് അപേക്ഷിക്കുകയാണ്, 3rd എഡിഷൻ ഓഫ് പത്മവിഭൂഷൺ കപില വാത്സ്യായൻ യങ് ടാലൻറ്റ് നാഷണൽ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ 2025 ലോഗോ പ്രകാശനം നിർവഹിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്.
ലോഗോ പ്രകാശനം നടത്തണം എന്ന്. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി മുതിർന്ന കലാകാരരെ ഗുരുസ്ഥാനീയരായവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇനി. ആദ്യമായി ആദരിക്കുന്നതിന് ഗുരു ശ്രീമതി മൈഥിലി ടീച്ചറെയാണ്. ഈ ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഗുരു മൈഥിലി ടീച്ചറോടും. കേരളത്തിൽ പാലക്കാട് സംഗീത പാരമ്പര്യമുള്ള വെള്ളപ്പാട്ട് കുടുംബത്തിൽ ജനിച്ച ടീച്ചർ പിന്നീട് കേരള കലാമണ്ഡലത്തിൻ്റെ അകത്തളങ്ങളിൽ മൈഥിലി എന്ന 10 വയസ്സുകാരി പെൺകുട്ടിയുടെ പദവിന്യാസങ്ങളെ സാകൂതം ആസ്വദിച്ചു. 18-ാം വയസ്സിൽ മദ്രാശിയിലെ കുച്ചിപ്പുടി ആർട്ട് അക്കാദമിയിൽ ചേരുവാനും ഗുരു വേമ്പട്ടി ചിന്നസത്യത്തിൻ്റെ ശിഷ്യത്വം നേടുവാനും മദ്രാശിയിലെ 20 സംവത്സരങ്ങളിൽ ഭരതനാട്യവും മോഹിനിയാട്ടവും പരിശീലിപ്പിക്കുവാനും സാധിച്ചു. ഇതിന് സ്വന്തമായി സ്ഥാപനമായ മിഥിലാലയ ഡാൻസ് അക്കാദമിയിൽ 3000-ഓളം കുഞ്ഞുങ്ങളാണ് ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നത്. നൃത്തലോകത്തിന് നൽകിയ സംഭാവനകൾക്കായി കേരള സംഗീത നാടക അക്കാദമി 2022 കൈശികി പുരസ്കാരവും 2011 ഗുരുപൂജ പുരസ്കാരവും നൽകി ആദരിക്കുകയുണ്ടായി. അടുത്തതായി ആദരവ് നൽകുന്നത് ഡോക്ടർ നീന പ്രസാദിനാണ്. ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ നീന പ്രസാദിനെയും. Mohiniyattam virtuoso Dr. Neena Prasad has a multitude of talents, proficient in Mohiniyattam, Bharatanatyam, Kuchipudi and Kathakali. She has delved deep into the subject matter of the art forms. Her unique aesthetic approach to Mohiniyattam deviates from the conventional norm, and she is renowned for her thematic productions, technique and strategy. She is a proponent of balancing traditional pieces with a modern outlook. The University of Surrey, UK has awarded Dr. Neena Prasad a postdoctoral fellowship for research in Mohiniyattam. She was also awarded a PhD from Rabindra Bharati University. The Bharatanjali Academy of Indian Dancers in Thiruvananthapuram and Sakuntika Center for Mohiniyattam in Chennai has thrived under her patronage. In November 2022, Dr. Neena Prasad was declared a Sangeet Nataka Academy awardee, an award conferred by India's apex art and culture body. ആദരവ് സമർപ്പിക്കുന്നത് ഡോക്ടർ നീന പ്രസാദിന് ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ നീന പ്രസാദ് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനും. Now we are honoring Guru Vidushi Geeta Chandran, who will be performing today the Bharatanatyam recital. May I please invite her onto the stage, Padma Shri and Sangeet Nataka Academy awardee. Celebrated as one of the leading figures in Indian classical dance across the world today, Geeta Chandran is also a highly accomplished dancer, guru, scholar, choreographer, media personality and Carnatic vocalist, and she harnesses all these energies to enhance the universe with Bharatanatyam. May I please request the Honorable Minister to kindly give away the honor to Padma Shri Geeta Chandran, and also requesting Dr. Padma Shri Geeta Chandran to kindly accept the honor. Now we are honoring Srimati Vaijayanti Kashi, who is a Kuchipudi exponent from Bangalore. May I please invite her onto the stage to kindly accept this honor.
She is a recipient of the Presidential Award from Central Sangeet Nadaga Academy and the founder director of Shambhavi School of Dance, a premier Kuchipudi Gurukul in Karnataka. May I please request the Honorable Minister to kindly present the honor to Vaijayanti Kashi, and also requesting Srimati Vaijayanti Kashi to kindly accept this honor. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നന്ദി, ഈ ആദരവുകളെല്ലാം സമർപ്പിച്ചതിനും ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ എത്തി ഈ സമ്മേളനത്തിൻ്റെ ഭാഗം ആകുന്നതിനും എല്ലാം. ഇന്നത്തെ വിശിഷ്ട അതിഥി കവിയും ഗാനരചയിതാവും മുൻ മന്ത്രിയുമായ ശ്രീ പന്തളം സുധാകരൻ. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, മലയാള സാംസ്കാരിക രംഗത്തെ പ്രതിഭാധനന്മാരായ ഒരാളും ചലച്ചിത്ര സംവിധായകൻ, അതുപോലെ തന്നെ മികച്ച ഒരു സംഘാടകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഭാരത് ഭവൻ്റെ സെക്രട്ടറി കൂടിയായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ അവറുകളെ, നമ്മുടെ നാടിന് എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് സാംസ്കാരിക വകുപ്പിനെ കൊണ്ട് നേതൃത്വം കൊടുക്കാൻ ധൈര്യവും പ്രോത്സാഹനവും നൽകുന്ന ബഹുമാന്യനായ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഫിഷറീസ് വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ യുവജന ക്ഷേമ വകുപ്പ് മന്ത്രിയുമൊക്കെയായ എൻ്റെ നാട്ടുകാരൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ സജി ചെറിയാൻ അവറുകളെ, ഈ വേദി ധന്യമാക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ സുഹൃത്തു കൂടിയ ശ്രീ മധുപാൽ, അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തെ കൗൺസിലർ ബഹുമാന്യായ ശ്രീ മാധവദാസ്, സ്വാഗത പ്രസംഗം നടത്തിയ ആകാശവാണിയുടെ പഴയ ഡയറക്ടർ കൂടിയായ എൻ്റെ സ്നേഹിതൻ ശ്രീ എസ് രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ റോബിൻ സേവിയർ, ഈ വേദിയെയും ഈ ചടങ്ങിനെയും സമ്പുഷ്ടമാക്കുന്ന നമുക്കേവർക്കും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ 2 പേർ, ഗുരു മൈഥിലി ടീച്ചർ, പ്രിയങ്കരിയായ ഗുരു ഡോക്ടർ നീന പ്രസാദ്. പ്രായം കൊണ്ട് നീന പ്രസാദ് ഗുരു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ഇടം നേടിയ ഡോക്ടർ നീന പ്രസാദ്, അതുപോലെ തന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് രംഗത്ത് തങ്ങളുടേതായ സ്ഥാനം കരസ്ഥമാക്കി നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ക്ലാസിക്കൽ ഡാൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ആരാധ്യയായ ഗുരുവായി മനസ്സ് വരിച്ചിട്ടുള്ള ഗുരുവായ പ്രിയപ്പെട്ട പത്മശ്രീ ഗീത ചന്ദ്രൻ, അതുപോലെ തന്നെ വൈജയന്തി കാശി, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്ത പ്രതീക്ഷ കാശി മകൾ ആണ്, അതുപോലെ ഗിരിജാചന്ദ്രൻ ടീച്ചർ ഉൾപ്പെടെയുള്ള വലിയ ഒരു സമ്പന്നമായ നമ്മുടെ സാംസ്കാരിക തറവാടിൻ്റെ താരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവരാണ് ഈ വലിയ ഈ ഭാരത് ഭവൻ അങ്കണത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ, ഈ ധന്യമായ അവസരത്തിൽ ഒരു പ്രസംഗം നടത്തി ഇതിൻ്റെ പകിട്ട് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യമായി ഭാരത് ഭവൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 8 വർഷമായി ചുക്കാൻ പിടിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതനായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. എന്നെപ്പോലൊരു പൊതുപ്രവർത്തകർ അനുമോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടി സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ നിർലോഭമായ സഹകരണവും പ്രോത്സാഹനവും അഭിനന്ദനവും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായും നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒന്നുകൂടി ഇവിടെ നിരവധി ചടങ്ങുകൾക്ക്
ഞാനും അതുപോലെ ശ്രീ മധുപാൽ ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുള്ളൂ. ആർക്കും ഒരു പരാതിയില്ലാതെ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പരിഭവവും പരാതിയുമുള്ളവർ കലാകാരന്മാരാണ്. കാരണം അവർ ഒരു ദുർബല ഹൃദയരായതുകൊണ്ട് കൂടിയായിരിക്കും. പക്ഷേ അവർക്കൊന്നും ഒരു പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ലാതെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുള്ള കലാകാരന്മാരുടെ പെർഫോമൻസ് കാണാനുള്ള വേദി ഒരുക്കി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഭാരത് ഭവനെ അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, പ്രമോദൻ ഉൾപ്പെടെയുള്ളവരെ ഞാനും ആത്മാർത്ഥമായി അനുമോദിക്കുകയാണ്. തീർച്ചയായും മന്ത്രിക്ക് ആത്മാർത്ഥമായി അതിൽ സന്തോഷിക്കാം. ഞാനും കുറേ കാലം മന്ത്രിയായിരുന്നു. സാധാരണ മന്ത്രി എത്ര കേമനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ താഴെ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും അതിന് നേതൃത്വം കൊടുക്കുന്നവരും അല്പം മോശക്കാരാണെങ്കിൽ നമ്മൾ മന്ത്രി കുഴഞ്ഞു പോകും. ഒരു സംശയം വേണ്ട. കഴിഞ്ഞ 5 ദിവസമായി ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് രംഗത്തും സാംസ്കാരിക രംഗത്തും മറക്കാനാവാത്ത സംഭാവനകൾ ചെയ്ത, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും എല്ലാ അർത്ഥത്തിലും ബഹുമാനിതയായ പത്മവിഭൂഷൺ നൽകി രാഷ്ട്രം ആദരിച്ച പത്മഭൂഷൺ നൽകിയ ഡോക്ടർ കപില വാത്സ്യായനൻ്റെ നാമധേയത്തിൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ ഇവിടെ ഇന്ന് സമാപിക്കുകയാണ്. ഈ 5 ദിവസവും ഞാൻ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ അനുഭവമുള്ള കഴിവുകളുള്ള കലാകാരന്മാരെ തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത് ഭംഗിയായി ഇവിടെ ഇതിനിപ്പോൾ തിരിശ്ശീല വീഴുമ്പോൾ, തിരിശ്ശീല വീഴുന്നതിന് തൊട്ട് മുമ്പായി പ്രത്യേകിച്ച് ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ്, തൻ്റേതായ വ്യത്യസ്തമുള്ള ഗവേഷണത്തിലൂടെ പുതിയ പുതിയ താളബോധത്തോടു കൂടിയുള്ള പെർഫോമൻസ് നടത്തി എല്ലാവരുടെയും പലരും ഈ ഡാൻസ് രംഗത്തുള്ളവരും മനസ്സിൽ ഗുരുവായി സ്വീകരിച്ചിട്ടുള്ള 2 പ്രതിഭകളുടെ നൃത്ത പരിപാടിയോടുകൂടിയാണ് ഇതിന് തിരിശ്ശീല വീഴുന്നത്. അതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് കൂടി കഴിഞ്ഞത് ഞാനൊരു മഹാഭാഗ്യമായി കരുതുന്നു. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തിന് അകമഴിഞ്ഞ സംഭാവനകൾ ചെയ്യുന്ന, അതുപോലെ ഈ കലാകാരന്മാർക്ക് ചെറിയ സഹായമൊക്കെ ചെയ്യുന്ന കാര്യം മന്ത്രി പറഞ്ഞു. ചെറിയത് പോരാ, തീർച്ചയായും അവർ വളരെ ദുരിതമനുഭവിക്കുന്നവരാണ്. അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ശ്രീ മധുപാലിൻ്റെ നേതൃത്വത്തിലുള്ള ക്ഷേമനിധി ബോർഡ് തന്നെയുള്ളത്. അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല പരിഗണന ഈ ക്ഷേമനിധി ബോർഡിന് നൽകണം എന്ന് പറയാൻ ഞാനും അതിലൊരു അംഗമായതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി. കാരണം ഈ 5 ദിവസത്തെ പെർഫോമൻസ് ഒരു പ്രോഗ്രാം കലക്കി എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പൂരം എന്ന് പറയുന്ന ഒരു പൂരം കലക്കി എന്ന് പറയുന്നതുകൊണ്ട് ആ നല്ല കലക്കി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മൾ അടിപൊളി എന്ന് പറയും, കലക്കി എന്നൊക്കെ പറയും പോസിറ്റീവാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പേടിച്ചാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഹൃദയത്തിൽ തൊട്ട് പറയട്ടെ, ഈ ഭാരത് ഭവനിൽ നടന്ന ഈ പരിപാടികൾ വളരെ നന്നായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇവരെ 2 പേരെയും കുറിച്ച് വൈദ്യുതി ടീച്ചറിന് എനിക്ക് അകലെ നിന്നുമുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ മകളൊക്കെ പറഞ്ഞെനിക്ക് നല്ല പരിചയമാണ്. ഗീത ടീച്ചറെ അറിയാം. അതേസമയം ഡോക്ടർ നീന പ്രസാദ് ഒരു മോഹിനിയാട്ടത്തിൽ വ്യത്യസ്തത പുലർത്തിയ പെർഫോമൻസിലൂടെ അംഗീകാരം പിടിച്ചു വാങ്ങിയ കഠിനാധ്വാനിയായ ഒരാളാണ് ഡോക്ടർ നീന പ്രസാദ്. ഡാൻസർ മാത്രമല്ല, മികച്ച ഒരു കൊറിയോഗ്രാഫർ കൂടിയാണ്. അതിനേക്കാൾ അപ്പുറം ഡാൻസിൽ PhD നേടി ഒരു സ്കോളറാണ്, നല്ലൊരു ടീച്ചറാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല ഗുരു കൂടിയാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ നീന പ്രസാദ്. നമ്മുടെ മലയാളത്തിൻ്റെ മോഹിനിയാട്ട രംഗത്തെ ഒരു സൗഭാഗ്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരെയും ഞാൻ വ്യക്തിപരമായി 2 പേരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ കൂടി വൈകിയാണെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ പ്രമോദ് പയ്യന്നൂരിൻ്റെ നാട്ടിലേക്ക് പോകാൻ വൈകിട്ട് ടിക്കറ്റ് എടുത്തതാണ്. പക്ഷേ ഞാൻ ആ ടിക്കറ്റിൻ്റെ കാശ് പോകുന്നതിനേക്കാൾ എനിക്ക് വലിയ അഭിമാനം തോന്നിയത് ബഹുമാനായ ശ്രീ സജി ചെറിയാൻ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സത്യം പറഞ്ഞാൽ യാതൊരു പരിഭവവുമില്ലാതെ ഏകപക്ഷീയമായ ചിന്തകളൊന്നുമില്ല, എല്ലാവരെയും ഒരുമിപ്പിച്ച് കലാകാരന്മാരുടെ മനസ്സ് നിറയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞു വളരെ ചെറുപ്പം മുതൽ ഞങ്ങൾ പരസ്പരം അറിയുന്നവരാണ്. അദ്ദേഹം ഒരു കലാകാരനാണെന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല. പക്ഷേ ഒരു കലാകാരനേക്കാൾ വിശാലമായ ഹൃദയത്തോടുകൂടി കലാകാരന്മാരുടെയും അതിന് നേതൃത്വം നൽകുന്നവരുടെയും ഉള്ളറിഞ്ഞ് സഹായിക്കുന്ന സജി ചെറിയാനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ കൂടി ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്കളുടെ വാക്കുകൾക്ക് നന്ദി സർ. നമ്മുടെ മറ്റൊരു വിശിഷ്ട അതിഥി ഫിലിം ഡയറക്ടറും ആക്ടറും
കേരള സ്റ്റേറ്റ് കൾച്ചറൽ ആക്ടിവിസ്റ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ് ചെയർമാനും നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നടനും കൂടിയായ ശ്രീ മധുപാലാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹാദരവോടെ ഈ നൃത്തോത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി ക്ഷണിക്കുന്നു. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ സമാപന സമ്മേളനത്തിലെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിൻ്റെ ആരാധ്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ അർത്ഥത്തിലും ഒരു തികഞ്ഞ കലാകാരൻ എന്ന് പറയുന്ന ശ്രീ പന്തളം സുധാകരൻ, നീന പ്രസാദ്, ഗുരു മൈത്രി ടീച്ചർ, എൻ്റെ പ്രിയ സുഹൃത്ത് പ്രമോദ് പയ്യന്നൂർ, രാജേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ 5 ദിവസമായിട്ട് തീർച്ചയായിട്ടും കേരളത്തിലെ തിരുവനന്തപുരത്തുകാർ വളരെ സജീവമായിട്ട് പങ്കെടുത്ത ഈ ഡാൻസ് ഫെസ്റ്റിവൽ അക്ഷരാർത്ഥത്തിൽ പത്മഭൂഷൺ ഡോക്ടർ കപില വാത്സായനുള്ള ഒരു ട്രിബ്യൂട്ടാണ്. അത് തിരിച്ചറിയുന്ന ഒരു ജനതയാണ് ഇതിൻ്റെ പ്രേക്ഷകർ എന്നുള്ളത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടത്. എപ്പോഴും ഇതുപോലെയുള്ള കലാപ്രകടനങ്ങൾ തീർച്ചയായിട്ടും ആസ്വദിക്കാനും അത് അനുഭവിക്കുവാനും കഴിയുക എന്നുള്ളത് എൻ്റെ 90 മുതൽ തിരുവനന്തപുരത്ത് നിൽക്കുന്നുണ്ട്. ആ കാലം മുതൽ ഞാൻ അനുഭവിച്ചു കണ്ടും കേട്ടും അറിഞ്ഞു പോകുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇതിനെല്ലാം കാരണമാകുന്നത് ഭാരത് ഭവൻ പോലൊരു പ്രസ്ഥാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 35 വർഷത്തോളമായിട്ട് വളരെ സജീവമായിട്ട് നിന്നുകൊണ്ട് കേരളത്തിൽ ഇത്തരം കലാരൂപങ്ങൾ ഇവിടെ കൊണ്ടുവരികയും അത് തിരുവനന്തപുരത്തെ പ്രേക്ഷകർ, തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞൊരു നമ്മൾ പറയില്ലേ IFFK പോലെ ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരും വന്ന് സിനിമകൾ കണ്ടുപോകാറുണ്ട്. ആ ഒരു അർത്ഥത്തെ തീർച്ചയായിട്ടും ഭാരത് ഭവൻ നടത്തുന്ന മേളകൾ ഈ ഉത്സവങ്ങളെല്ലാം സജീവമായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഈ കഴിഞ്ഞ 5 ദിവസവും ഇവിടെ ഉണ്ടായ ജനബാഹുല്യമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും പ്രമോദിന് അഭിമാനിക്കാം, ഈ ഗവൺമെൻറ്റിന് അഭിമാനിക്കാം, സജി ചെറിയാൻ മിനിസ്റ്റർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചില പ്രവർത്തികൾ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ വന്നപ്പോൾ സംസാരിച്ചൊരു കാര്യത്തിലാണ്, ആളുകൾക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇത്തരം കലാരൂപങ്ങളൊക്കെ കാണാൻ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ചില മൊമെൻറ്റുകളിൽ നിന്ന് മാറിയിട്ടാണ് ഇത് കാണണം, ഈ 5 ദിവസവും ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു പോകുന്ന നിരവധി പ്രേക്ഷകരെ ഞാൻ അറിയുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്നലെയായിരുന്നു ഞാൻ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആരോഗ്യം ഒട്ടും വയ്യാത്തത് കൊണ്ടും, എന്നാൽ പ്രമോദിനോട് നേരത്തെ പന്തളംജി പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ചില ഭാഗ്യങ്ങളാണ്. ചില ആളുകളെ കാണുകയും പരിചയപ്പെടുകയും പരിചയം പുതുക്കുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം നിറഞ്ഞ മനസ്സുള്ള ഏറ്റവും സന്തോഷമായിട്ട് കലയെന്ന ഈ അനുഷ്ഠാന പാരമ്പര്യ രൂപത്തെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് 2 വാക്ക് പറയാൻ കഴിയുക എന്നുള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യമുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നു. പത്മഭൂഷൺ ഡോക്ടർ കപില വാത്സായൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഞാൻ വന്നപ്പോൾ കേട്ട ഒരു വാചകത്തിൽ നിന്ന് എല്ലാ കാലത്തും ഇവരെ അധികം പേരൊന്നും ഓർത്തു പോകുന്നത് ഗുരുക്കന്മാർ മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻസ് മാത്രമാണ്. പക്ഷേ അതേസമയം ഒരു ജനതയെ മുഴുവൻ അറിയിക്കാൻ പാകത്തിലേക്കായിട്ട് ഭാരത് ഭവൻ അത് ഇവിടെ നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും ഭാരത് ഭവൻ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഈ ശിഷ്യസമ്പത്തുള്ള ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ ഒരു ആർട്ട് ഹിസ്റ്റോറിയനെ, ആർട്ട് ക്രിട്ടിക്കിനെ, ആർട്ടിനെ ഏറ്റവും സജീവമായിട്ട് നൃത്തത്തെയും പാരമ്പര്യ കലകളെയും എല്ലാം സജീവമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു മനസ്സിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത്, നമ്മുടെ മുമ്പിൽ അവരെ ഓർക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു വലിയ പ്രവൃത്തി തന്നെയായിട്ട് ഞാൻ കാണുന്നു.
തീർച്ചയായും ഭാരത് ഭവനും പ്രമോദിനും അഭിമാനിക്കാവുന്നൊരു കർമ്മമാണ്. ഈ 5-ാം ദിവസം ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇതിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇനിയുള്ള കാലങ്ങളിലും ഇത് തീർച്ചയായിട്ടും നേരത്തെ രാജേട്ടൻ പറഞ്ഞതുപോലെ ലോകത്തെന്നും അറിയപ്പെടുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെന്നും അറിയപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു ഫെസ്റ്റിവലാക്കി മാറ്റാൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആശംസകൾക്കും സ്നേഹവാക്കുകൾക്കും നന്ദി സർ. പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ്റെ നാമത്തിലുള്ള ഈ നൃത്തോത്സവത്തിൽ പത്മശ്രീ ഭാരതി ശിവജി, പ്രശസ്ത നർത്തകിയായ പത്മശ്രീ ഭാരതി ശിവജി ഡോക്ടർ കപിലാജിയുടെ പേരിലുള്ള ഒരു ട്രിബ്യൂട്ടറി സ്പീച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ കാണാം. Namaskaram. It gives me great honor, I'm indeed very honored to have been invited by Bharat Bhavan to speak a few words on a luminary called Kapila Vatsyayan, Dr. Kapila Vatsyayan. Kapila ji, as we all knew her in Delhi very fondly, is a unique combination of a scholar, an administrator, and a mentor. She was a scholar because she had the entire scholastic approach to all her work, academic work that she did. And she was a person who established the IGNCA, the Indira Gandhi Center for Art and Culture, which preserves all the rare manuscripts and the wonderful lost scriptures in IGNCA. She was the vice chairman of Sangeet Natak Academy. Eventually, she became the chairman of Sangeet Natak Academy. And in her approach to the scholarly approach to the Indian arts, her two main work has been on the Natya Shastra and the Gita Govindam. Natya Shastra, which encompasses all the intricate and the minute details of how the Shiva Shakti concept has been portrayed. But in Natya and also in the Gita Govindam, her concept of the Hare, the Krishna Radha Prema, love, the divine love, has been beautifully brought out in her book, in the Gita Govindam. So she has been a master in her own right, and there is no equivalent to her work. And today, every dancer, every dance form has included a verse or two from the Gita Govindam. So popular it is. It has been so popularly used and utilized, and it's been amazing how even in Mohiniyattam we have the Gita Govindam, which has been incorporated in our repertoire as sung in the temples of Kerala, particularly the Sobhana Sangeeta. So unique has been her contribution. It is not only that, she was also a great administrator. In the Ministry of Culture, she was the secretary of
Ministry of Culture when she had a plenty of contributions to make through art, through culture, the academic center that she established, the Indira Gandhi Center for Art and Culture. And also what was very important, that the Sangeet Natak Academy, she was the vice chairman and eventually she became the chairman of Sangeet Natak Academy. One other luminary that one could speak of and also recall with great respect and gratitude is Kamala Devi Chattopadhyay, my mentor, and also she was the chairman of Sangeet Natak Academy when she identified me to, she launched a project when she identified me to take up Mohiniyattam and work and she introduced me to the Kavalam Narayana Panikkar sir, and it was so wonderful to be fortunate to come under her contact and care. And that is how my whole journey began and is still continuing. In conclusion, I would like to thank the dignitaries and also the experts of Bharat Bhavan for having invited me to say a few words on these great luminaries. Thank you very much. Namaskar. ഈ നൃത്തോത്സവത്തിൻ്റെ ഭാഗമായി പത്മശ്രീ ഭാരതി ശിവജിയുടെ ഈ ഒരു സന്ദേശം നമുക്ക് കാണാൻ സാധിച്ചതിൽ മാമിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വേദിയിൽ വാർഡ് കൗൺസിലർ ശ്രീ മാധവദാസ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്താൽ ധന്യമാണ്. ഇന്ന് ഇവിടെ എല്ലാവരും നൃത്തം കാണാൻ ആകാംക്ഷരായി കാത്തിരിക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹാശംസകൾ അറിയിച്ചിരിക്കുകയാണ്. താങ്ക് യു സർ. ഇന്നത്തെ ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഫെസ്റ്റിവൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് റോബിൻ സേവിയറെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവർ, 5 ദിവസം നീണ്ടുനിന്ന പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ, ഈ മഹതിയുടെ സ്മരണാർത്ഥം നാം സംഘടിപ്പിച്ച നൃത്തോത്സവത്തിന് തിരശ്ശീല ഇന്ന് വീഴുകയാണ്. കേരളത്തെയും കേരളീയരെയും ഏറെ സ്നേഹിച്ച നമ്മുടെ ഗോഡ് മദർ, കേരളീയ കലകളോട് ഈ മഹതി കാട്ടിയ ആ പ്രത്യേക സ്നേഹവും വാത്സല്യവും, അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അമേരിക്കയിൽ ഒരു സന്ദർശനത്തിൽ ഡെലിഗേറ്റായി പോയ ഒരവസരത്തിൽ പെട്ടെന്ന് ഒരു വേദിയിൽ കഥകളി അവതരിപ്പിച്ച് അവർ ആ സദസ്യരെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. പക്ഷേ അതിൻ്റെ പേരിൽ പിന്നീട് ആ മഹതിക്ക് ഏൽക്കേണ്ടി വന്ന അപഹാസശരങ്ങൾ, അത് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു. ഇന്ന് ഈ ചടങ്ങിൽ ഔദ്യോഗികമായി നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് അതിൽ ഒരല്പം നീണ്ടുപോകും, ക്ഷമിക്കുക. കാരണം എല്ലാവരെയും ഇപ്പോഴാണല്ലോ, ഇത്രയും ദിവസങ്ങളിലല്ല, ഇന്ന് അവസാനം നന്ദി പറയുകയാണ്, അല്ലെങ്കിൽ അതൊരു കൃതജ്ഞതയായി മാറും. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും ഒപ്പം ഈ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറും ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്ത ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ പ്രകടിപ്പിക്കുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഫിഷറീസ്, സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രിയും ഈ ഭാരത് ഭവൻ്റെ ചെയർമാനും കൂടിയായ, ഓരോ കാര്യങ്ങളിലും, ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും സഹായവും നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സജി ചെറിയാൻ അവറുകളാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും ഈ ചടങ്ങിൽ പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് കവി, ഗാനരചയിതാവ് എന്നീ നിലകളിൽ ഏറെ പ്രശസ്തനും ഏറെ പ്രിയങ്കരനുമായ
നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പന്തളം സുധാകരൻ അവർകളാണ്. അദ്ദേഹത്തിനെ നന്ദി പ്രകടിപ്പിക്കുന്നു. ഇന്ന് ഈ ആദരവ് ഇവിടെ നാം ആദരിക്കുന്നതിലൂടെ നാമും ആദരിക്കപ്പെടുകയാണ്. ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ ഗുരു ശ്രീമതി വി മൈഥിലി, അതുപോലെ ഡോക്ടർ നീന പ്രസാദ്, 2 ഗുരുക്കൾക്കും നമ്മുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം ഡോക്ടർ നീന പ്രസാദ് ഈ ഫെസ്റ്റിവലിൻ്റെ ക്യൂറേറ്റർ കൂടിയാണ്. ആ ഒരു സ്നേഹവും കൂടി ഇവിടെ പ്രകടിപ്പിക്കട്ടെ. നമ്മുടെ മധുബാലേട്ടൻ ഭാരതഭവൻ്റെ ഓരോ ചടങ്ങിനും ഒരു കാരണവരെ പോലെ എന്തു പറഞ്ഞാലും അപ്പോഴേക്കും ഓടി എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മധുബാലേട്ടൻ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഏറെ നന്ദി പ്രകടിപ്പിക്കുന്നു. ഇന്ന് ട്രിബ്യൂട്ടറി സ്പീച്ച് നടത്തിയ ഭാരതി ശിവജി അവർ കപിലയെപ്പറ്റി ഏറെ സ്നേഹത്തോടെ സംസാരിച്ചു. അതിന് ഉള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ വാർഡ് കൗൺസിലർ, തൈക്കാട് ഈ സ്ഥലത്തെ വാർഡ് കൗൺസിലർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ ധന്യരാക്കി. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. സ്വാഗതം ആശംസിച്ച ശ്രീ എസ് രാധാകൃഷ്ണൻ, ഭാരതഭവൻ്റെ മുൻ ജനറൽ കൗൺസിൽ അംഗം കൂടിയാണ്. അദ്ദേഹത്തിനുള്ള സ്നേഹം അറിയിക്കുന്നു. ഒപ്പം ബാക്കിയുള്ള പേരുകൾ ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. കിഡ്സിൻ്റെ വോളണ്ടിയേഴ്സാണ് ഇവിടെ നമുക്ക് വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിച്ചത്. അവർക്കുള്ള നന്ദി അറിയിക്കുന്നുണ്ട്. ഒപ്പം ക്യാമിയോ ലൈറ്റ്സ്, സൗണ്ട്സ് ക്രിയേറ്റീവ്, ക്യാമറ ലെൻസ് വ്യൂ, സ്റ്റിൽസ് മിസ്റ്റർ മുസാഫിർ ആൻഡ് ടീം, ആർട്ട് ആൻഡ് ആംബിയൻസ് സുനിൽ കൊടവട്ടൂർ, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് സുകന്യ ജയറാം ആൻഡ് രാജേഷ് രാജ്, പബ്ലിസിറ്റി കോർഡിനേറ്റേഴ്സ് ബിജു നാരായണൻ ആൻഡ് ചന്ദ്രജിത്ത്, ഓഫീസ് എക്സിക്യൂഷൻ സെലിൻ മേരി, ആകർഷി കെ, അനു നായർ, ബാലു, ഗീത, ബ്രോഷർ ഡിസൈനിങ് റീന സുനിൽ, സ്റ്റേജ് മാനേജേഴ്സ് സായി അനന്തകൃഷ്ണൻ, അമ്പൂട്ടി ആൻഡ് ഗോപൻ ശാസ്തമംഗലം. അതുപോലെ ഈ ഫെസ്റ്റിവലിൽ ക്യൂറേറ്റേഴ്സായി പ്രവർത്തിച്ച 4 മഹിളാരത്നങ്ങൾ, ഡോക്ടർ രാജശ്രീ വാര്യർ, ഡോക്ടർ നീന പ്രസാദ്, ശ്രീമതി അനുപമ മോഹൻ, അതുപോലെ ശ്രീമതി മോനിസ നായിക്, അവർക്കുള്ള പ്രത്യേക സ്നേഹവും കടപ്പാടും ഈ ചടങ്ങിൽ അറിയിക്കുകയാണ്. ഈ ചടങ്ങിന് സാങ്കേതികമായുള്ള സഹായം നൽകിയ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന മഹത് വ്യക്തിത്വങ്ങൾ, ഡോക്ടർ അനിൽ അയ്യൂർ, മാർഗി ഉഷ, അതുപോലെ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് സിനി കെ തോമസ് ഉൾപ്പെടെയുള്ള ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ഒപ്പം ഓൺലൈനിലൂടെ ഈ ചടങ്ങ് കാണുന്ന ഓരോരുത്തരോടും, ഓരോ സുമനസ്സുകളോടും, ഭാരതഭവൻ്റെ ഓരോ പരിപാടികൾക്കും കൈത്താങ്ങായി നിൽക്കുന്ന എല്ലാവർക്കും ഉള്ള സ്നേഹം ഇത് ഇനിയും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ്റെ നാമത്തിലുള്ള ഈ 2ാമത് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തോത്സവത്തിൻ്റെ സമാപന ദിനത്തോടനുബന്ധിച്ചുള്ള ഈ സമാപന സമ്മേളനം ഇവിടെ പൂർണ്ണമാവുകയാണ്. We would like to honor you once again on behalf of Dr. Kapila Vatsyayan, Indian Classical National Festival. It's so fantastic that I'm actually dancing for her. We've grown up with listening to her scolding us many, many times. If we talked in an auditorium, she would be there to say, hey, don't talk. Listen to what's being said. So IIC was our second home, and that's where she lived all her life. And going to that block where her office was scary. So we had to do our homework if ever we sought to meet her. I never thought a day would come when I would actually dance in a festival dedicated to her. So I congratulate the Kerala government, because I don't think any other government in this country in today's times would honor her. So I am, because we always honor artists, but we don't honor scholars. And artists are nothing without scholars. They are the foundation, and we work on what they have laid out for us. So I'm deeply touched, and I could see her maybe nodding her head. She was very stingy with compliments. So maybe somewhere she nodded her head for all of us for remembering her. Thank you. Thank you so much, ma'am. Kindly remain. May I please invite Dr. Pramod Payyanur
Sri S. Radhakrishnan, Dr. Nina Prasad, Girija teacher, Dr. Srimati Sitara Balakrishnan, Dr. Anil Ayur, and Advocate Robin Sayre to kindly assemble on stage so that we can honor ma'am once again. And there's one more thing I'd like to say, that in very few festivals in this country, we have dancers as curators. So I am so happy to see this, where dancers curate festivals. It's only government officials who curate festivals in most of the states. So I'm very happy that people like Nina, people like Rajeshri are all in the committee, and we have the fabulous Girija Chechi here, who from Regatta, whom I have had the honor of doing a workshop very much in this place for Regatta. So artists must be curators. I think it's a very important thing. Artists know who is doing work and who is continuously in the field. So it's not a bureaucrat's job to curate. So artists must curate. May I please request Sri S. Radhakrishnan to kindly honor Geeta ji on our behalf. May I also invite Sri Rajiv Chandran onto the stage for his beautiful narration. Sri Rajiv Chandran. We are much pleased to have you here, ma'am, as you are nearing your 50 years of your love with Bharatanatyam. May I please invite Sri Rajiv Chandran to kindly accept our honor, and may I please request Sri S. Radhakrishnan to kindly present the honor with Dr. Pramod Payanur will be honoring Sri Rajiv Chandran. May I please request Dr. Pramod Payanur, Girija teacher, Sini ma'am, Margi Usha teacher, Sitara Balakrishnan, and Advocate Robin Sayre onto the stage, please. I'd like to say. What a pleasure it was. Every opportunity helps the artist to evolve. But this festival, which is dedicated to one of the greatest scholars that India has ever seen, means a lot to me. I remember one quote of hers. An artist reaches moksha with disciplined, rigorous practice that the technique demands, where her undisciplined subjective emotions have no role to play. It's so nice that in a dance festival, a scholar is being remembered. This means that theory, Shastra and Prayoga go hand in hand. And by reading the scholarly works of people like Kapila Vatsyayan, artists' imagination evolves and evolves. Thank you for inviting us, and thank you one and all. Thank you so much, ma'am, for being part of this second edition of this festival. May I please request Girija teacher to kindly honor Vaijayanti ma'am on our behalf. Ma'am, kindly accept this honor.
I kindly request Sitara Balakrishnan ma'am to kindly honor Pratiksha Kashi. Pratiksha, kindly accept this honor from our side.